അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. പ്രവാചകരെക്കുറിച്ചുള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ലോകത്തെ അള്ളാഹു ഒരുക്കുന്നതിൻ്റെ തുടർച്ചയിൽ നമുക്ക് കാണാവുന്ന മറ്റൊരു സവിശേഷതയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ മുന്നേ കഴിഞ്ഞുപോയ സർവ്വ ജനവിഭാഗങ്ങളും പ്രവാചകരെ അറിഞ്ഞിരുന്നു, അവിടത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെ കൊണ്ട് അനുഭവിച്ചിരുന്നു. കേവലം ഒരു ചെറിയ അനുഭവങ്ങളോ അറിവോ അല്ല, മറിച്ച് പ്രവാചക വ്യക്തിപ്രവാഹത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടെ കൃത്യമായി അറിയുകയും അത് അറിവിലൂടെ പ്രവാചകരെ അനുഭവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പൂർവ്വകാലത്ത് പ്രവാചകന്മാർ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുക, അവിടുത്തെ സഹായിക്കുക എന്ന അർത്ഥത്തിൽ പ്രധാനമായി നിർവഹിച്ച ഒന്നാണ് എല്ലാവരിലേക്കും പ്രവാചകരെ പരിചയപ്പെടുത്തി എന്നുള്ളത്. ആ പരിചയം പരിമിതമല്ല, വളരെ കൃത്യമാണ്. ആ കൃത്യതയെ നമുക്ക് വ്യക്തമാകാൻ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തത്തെ നമ്മൾ ആലോചിച്ചാൽ മതി. സൂറത്തുൽ ബഖറയിലെ 146-ാമത്തെ സൂക്തം, അല്ലദീന ആതീനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. എല്ലാം വിശദീകരിക്കുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ ഹബീബിനെ കൃത്യമായി പരിചയപ്പെടുത്തി. യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ അറിയുന്നത് എങ്ങനെയാണോ അതുപോലെ പ്രവാചകരെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ജനവിഭാഗത്തിന്, പ്രവാചകന്മാർക്ക് മാത്രമല്ല, ആ പ്രവാചകന്മാരുടെ കാലത്ത് ദഅവത്തിന് സാക്ഷിയായ ജനവിഭാഗത്തിന് പോലും തങ്ങളുടെ സ്വന്തം മക്കളെ അറിയുന്നത് എപ്രകാരമാണോ അതുപോലെ അറിവുണ്ടായിരുന്നു എന്നുള്ളത് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരു മകനെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളത് ചെറുതല്ല, അത് വളരെ കൃത്യമാണ്. കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ്. യഥാർത്ഥത്തിൽ ആ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാവുന്ന വിധത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ. അതുകൊണ്ടാണ് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ സമൂഹം മുഴുവനും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടത്തിലൂടെ രക്ഷപ്പെടാനുമൊക്കെ കൊതിച്ചത്. നമുക്കും ആ പ്രവാചകരെ അറിയണം. പൂർവ്വകാലത്തുള്ളവർക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മൾ പ്രവാചകരുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി അറിയാനും അനുഭവിക്കാനും അവിടുത്തെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനുമുള്ള കാലമായി ഈ റബീഇൻ്റെ കാലം നമ്മൾ ആഘോഷിച്ചാൽ, അങ്ങനെയൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും നമുക്കതുകൊണ്ട് വലിയ ഉപകാരമുണ്ടാകും. അള്ളാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.